ഫ്രണ്ട്സ്, നമുക്കിന്ന് കുറച്ച് ബീഫ് കിട്ടിയേ, ഇന്ന് ശനിയാഴ്ച. അപ്പോൾ നമുക്കത് കറി വെക്കാം. കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പിലയും കൂടിയിട്ട് നമുക്ക് വഴട്ടാം. സവോള ഇട്ട് കൊടുക്കാം. സവോളയിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ പെട്ടെന്ന് വഴന്നു വരുമല്ലോ. നമ്മുടെ ബീഫ് കഴുകി വൃത്തിയാക്കി അതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് ഗരം മസാല, ആവശ്യമായ ഉപ്പ്. നമുക്കിത് അടച്ച് വെച്ച് ഒരു 6-7 വിസിൽ വരെ അടിച്ച് വേവിക്കാം. ഈ സമയത്ത് നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഈ പൊടികളിലേക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കുറച്ച് ഗരം മസാല, ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് തയ്യാറാക്കി വെച്ച മസാലയിലേക്ക് ഇത് കുടഞ്ഞിട്ട് നന്നായിട്ട് ഒന്നൊരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. നമ്മൾ തയ്യാറാക്കി വെച്ച ആ മസാലയിലേക്ക് വെന്ത ബീഫ് എടുത്തൊഴിച്ച് ഇനി അതൊന്ന് കുറച്ചൊന്ന് വറ്റി വരട്ടെ. ഒരു 10 മിനിറ്റ് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. എനിക്കിത് കപ്പയുടെ കൂടെ കഴിക്കേണ്ട ആയതുകൊണ്ട് ഞാൻ കുറച്ച് ഗ്രേവി ഇട്ടാണ് എടുക്കുന്നത്. ഇത് ഗ്രേവി വേണ്ടാത്തവർക്ക് ഇത് നന്നായിട്ട് വറ്റിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ബീഫ് കറി അത്യാവശ്യം ഗ്രേവിയൊക്കെ ആയിട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് 2 പച്ചമുളക് കീറിയതിട്ട് കൊടുക്കാം. ഒരു 2 എരിവില്ലാത്ത പച്ചമുളക് ഇങ്ങനെ ഞാൻ കീറിയിട്ടിട്ടുണ്ട്. അതിനി ഈ ആവിയിലൊന്ന് വെന്ത് വരും. ഇതൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കോ. ഇതൊരു നല്ലൊരു ഫ്ലേവറാണ്. അപ്പോൾ ഓക്കെ, ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, താങ്ക് യു.